ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഈ നോമ്പ് സമയത്തും അതുപോലെ ഈ ചൂടിനുമെല്ലാം എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ 3 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ റെസിപ്പി ചെയ്യാൻ വേണ്ടി ഞാനിതാ മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഓരോരുത്തരെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, എങ്കിലേ അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിന്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിതാ ഇത് സെറ്റാക്കാൻ വേണ്ടി ഞാനിതാ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വന്ന് അത് ഗ്ലാസിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഈ ഒരു രീതിയിൽ ഞാൻ 2 ചെറിയ പീസ് ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 മിൻറ്റിൻ്റെ 2 ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അത്ര തണുപ്പിൽ വേണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഒഴിവാക്കാം. പിന്നെ അതിലേക്ക് 7up ആട്ടാനാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 7upന് പകരം വേണമെങ്കിൽ ഡ്യൂ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മളെ ഫസ്റ്റത്തെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാ അടുത്തത് ചെയ്യാൻ വേണ്ടി ഞാനിതാ മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണ് അങ്ങനെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്രേപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്രേപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അതങ്ങനെ ചേർക്കാം. ഏത് ടൈപ്പ് ഗ്രേപ്പ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതാ നല്ലോണം അടിച്ചെടുത്ത് വന്നിന്. എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഞാനിതാ ഗ്ലാസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വന്ന ആ ഗ്രേപ്പിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ചെറിയ പീസ് ലെമൺ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ചെറിയ മിൻറ്റിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 7up ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ സെക്കൻഡ് ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഏത് ടൈപ്പ് ഗ്രേപ്പ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതങ്ങനെ എടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടാ കുടിക്കാൻ, നല്ല ഫ്ലേവർ ആയിരിക്കും ആ ഗ്രേപ്പിൻ്റെ മിൻറ്റിൻ്റെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത്. അപ്പോൾ ഇതാ മൂന്നാമത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലെമൺ ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മിൻറ്റിൻ്റെ ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഓറഞ്ച് ചേർത്ത് കൊടുക്കാം. ഈ 3 ഡ്രിങ്ക്സിൻ്റെയും 2 ഗ്ലാസ്സിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ അളവാട്ടാ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ടിതാ നമ്മൾ സെറ്റാക്കി വെച്ച ഗ്ലാസ്സിലേക്ക് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ 2 പീസ് ലെമൺ ഇട്ട് കൊടുക്കാം. 2 മിൻറ്റിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കാം. ബാക്കി പോർഷനിൽ 7up കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക്സ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ
ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം.